അങ്ങനെ ദേ എൻ്റെ അമ്മായിയും സീനിയർ സിറ്റിസൺ ആയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് 60 വയസ്സൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ബർത്ത്ഡേക്ക് പൂ കൊടുത്ത് വിഷയമായിട്ടാണ് പതിവ്. അപ്പോൾ ഹെനി മോള് കൊടുത്തു. അവളെ അമ്മാമ്മയുടെ ഫേവറേറ്റ് മോളാണ്. പക്ഷേ ഹെനോക്ക് അപ്പാപ്പൻ്റെ കൊച്ചായതുകൊണ്ട് അപ്പാപ്പന് വന്ന വഴി അപ്പാപ്പൻ സാധനങ്ങളൊക്കെ അടിച്ച് വന്ന വഴി തന്നെ അപ്പാപ്പനായിട്ട് കൊടുത്തു. അമ്മാമയ്ക്ക് കൊടുത്തില്ല, അമ്മാവനെ പറ്റിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ഇന്ന് ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ 60s ആയതുകൊണ്ട് നമ്മളെല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുക എന്നൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ അമ്മയ്ക്ക് ആഗ്രഹം ഇങ്ങനെ കുഞ്ഞുമക്കൾക്ക്, ആരോരും ഇല്ലാത്ത കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മളൊരു അനാഥശാലയിൽ ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ കാശൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമായിട്ട് ഒരു ചെറിയ കുട്ടി സെലിബ്രേഷൻ നമ്മൾ മാത്രമായിട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി, ചിക്കൻ, സർലാസ്, മുട്ട അതൊക്കെ വെച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. കുഞ്ഞുമക്കൾക്ക് നേരത്തെ കൊടുത്തു കേട്ടോ. അവർ നേരത്തെ കഴിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മുടെ ഓൾഡ് ബർത്ത്ഡേയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ മുമ്പത്തെ മാസമൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സംഭവങ്ങളൊക്കെ കേടാവാണ്ട് ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കും കേട്ടോ. മിക്ക വീടുകളിൽ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു. നമ്മൾ വലിയ സെലിബ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയതൊക്കെ മേടിച്ച് നല്ല ഡെക്കറേഷനൊക്കെ ആക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് നമ്മുടെ ഓൾഡ് സംഭവങ്ങളൊക്കെ എടുത്ത് ബലൂണൊക്കെ പുതിയത് മേടിച്ച് സെറ്റ് ചെയ്തിട്ട് കുട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ബലൂണൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരുടെ സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ ബലൂൺസൊക്കെ എടുത്തിട്ട് അവൻ കുറേ നേരം ബലൂൺ വേണ്ടി പിന്നാലെ നടന്നു. ഓൾറെഡി 2 ബലൂൺ കൊടുത്തു, അത് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വെക്കാനില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ കൊടുത്തില്ല. ഇത് കഴിയുമ്പോൾ മൊത്തം അവരുടെ സെലിബ്രേഷൻ കഴിഞ്ഞാൽ മൊത്തം അവരുടെ തന്നെയാണ് ബലൂൺ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്തു, നമ്മുടേതായ ചെറിയൊരിത്. അപ്പോൾ അമ്മയുടെ 60 വർഷം അങ്ങനെ അമ്മ ഹാപ്പി ആയിട്ട് ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം, കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അമ്മയുടെ 60 വർഷം അമ്മ ഹാപ്പി ആയിട്ട് കൊണ്ടുപോയിട്ടോ. നമ്മുടെ ഓരോ വർഷം കടന്നപ്പോൾ നമ്മൾ ദൈവത്തിനോട് പറയില്ല, ഈ വർഷം കഴിഞ്ഞു പോയതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. കാരണം ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തന്നതാണല്ലേ. അപ്പോൾ അതേ ഞങ്ങളൊരു ചെറിയ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ അടിപൊളി കേക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് മേടിച്ചത്. വലിയ കേക്കൊന്നും മേടിച്ചില്ല, കാരണം ക്രീം പിള്ളേർക്കും അപ്പാപ്പനും അമ്മാമ്മയ്ക്കൊന്നും അത്രയ്ക്കും പറ്റാത്തതാണ് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് മുറിച്ചിട്ടും അതും അവൻ അമ്മാമ്മയ്ക്ക് കൊടുത്തു. അതിനുശേഷം അപ്പം തന്നെ അപ്പാപ്പന് കൊടുത്തു. അപ്പാപ്പൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഹെനോക്ക്. അത് കഴിഞ്ഞ് നമ്മളിത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് വായി വെച്ച് കൊടുത്തു. ഇത് നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അവരുടെ വായിൽ വെച്ച് കൊടുത്ത് ഒന്ന് വിഷ് ചെയ്യുന്നത്. അത് കഴിയുന്നതേ അപ്പച്ചൻ പൊന്നാട അണിയിച്ചിട്ടോ. 60 വയസ്സിൻ്റെ നിറവിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും. കാരണം 60 വർഷം പോകാമെന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ കാര്യമാണല്ലേ. ഞാനും ചേട്ടനും അമ്മയ്ക്ക് നല്ലൊരു ഫോട്ടോ അമ്മയുടെ ഫ്രെയിം ചെയ്ത് കൊടുത്തു. അമ്മയ്ക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം അങ്ങനെയൊന്നും ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നില്ല അമ്മയുടെ കയ്യിൽ. അപ്പോൾ അത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഒരു കുട്ടി സെലിബ്രേഷൻ അങ്ങനെ നൈറ്റ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.